വിൽപ്പാട്ട് ആരംഭിക്കുകയാണ്. വിൽപ്പാട്ട് കേൾക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഭക്തിസാന്ദ്രമായ ഒരു കഥയാണ്. 3 ലോകങ്ങളെയും ആസുര ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തി അഹങ്കാരത്തിന്റെ പ്രതീകമായി വർത്തിച്ച താരകാസുരനെ നിഗ്രഹിക്കാൻ പിറവിയെടുത്ത അത്ഭുത അവതാരത്തിന്റെ കഥ. വീര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവസേനാപതിയുടെ കഥ. പിതാവായ മഹാദേവനെ പോലും പ്രണവമന്ത്രത്തിന്റെ രഹസ്യം ചൊല്ലിക്കൊടുത്ത ആ ദേവന്റെ കഥ ഞങ്ങൾ ആരംഭിക്കുന്നു. കഥ വേൽമുരുകൻ. വേൽമുരുകൻ 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 മായാധര സുതനേ ഗുരുനേ ഗജമുഖ സോദരനേ മായാധര സുതനേ ഗുരുനേ ഗജമുഖ സോദരനേ ശരവണ ഭവനേ ശരണം നിൻ കഥ പാടുന്നേ ശരവണ ഭവനേ ശരണം നിൻ കഥ പാടുന്നേ വേൽമുരുകൻ 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 വേൽമുരുകൻ. ആ പർവ്വതം കണ്ടോ? മേഘപാളികളെയും കീറിമുറിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ഒരു പർവ്വത സംഘം. നക്ഷത്രങ്ങളെയൊക്കെ ചുംബിച്ചു നിൽക്കുന്ന കൊടുമുടികൾ, മണിമുത്തുകൾ പോലെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞുകണങ്ങൾ. ഇതാണ് കൈലാസം. കൈലാസത്തിൽ ആ ഭദ്രപീഠത്തിൽ പ്രപഞ്ചരക്ഷകനായ മഹാദേവനും സതീദേവിയും അങ്ങനെ ഇരിക്കുകയാണ്. അല്ല സനി, മഹാദേവനും പാർവതി ദേവിയുമല്ലേ? അപ്പൊ ഈ സതീദേവി ആരാ? അതെ, സതീദേവി തന്നെ. മഹാദേവൻ പാർവതി ദേവിയെ പരിണയിക്കുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അന്ന് മഹാദേവന്റെ പത്നി ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ സതീദേവിയായിരുന്നു. സതീദേവി മഹാദേവനോട് എന്തോ പറയാൻ ഭാവിക്കാം. പക്ഷേ ദേവി മൗനം ഭജിക്കുന്നു. മഹാദേവൻ അത് ശ്രദ്ധിച്ചു. ദേവിക്ക് നമ്മോട് എന്തോ പറയുവാനുണ്ട്. പക്ഷേ ദേവി അത് പറയുന്നുമില്ല. അതോർത്ത് ദേവിയുടെ മുഖവും മെഴികളും വാടിയിരിക്കുകയാണ്. എന്തായാലും നമ്മോട് ദേവി തുറന്നു പറയൂ. പ്രിയതമേ മമ
സതീദേവി അറച്ചറച്ച് ഭഗവാനോട് സംസാരിക്കുന്നു. മഹാദേവ, നമ്മുടെ പിതാവ് ദക്ഷ പ്രജാപതി സകല ദേവകളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ഗംഭീര യാഗം നടത്തുകയാണ്. അത് അങ്ങയ്ക്കും അറിയാം. ചന്ദ്രനെയും രോഹിണിയെയും ഉൾപ്പെടെ സകല ദേവതകളെയും ക്ഷണിച്ചു. പക്ഷേ ഭഗവാനെയും നമ്മെയും എന്തോ പിതാവ് മനഃപൂർവ്വം ഒഴിവാക്കി. ദേവിയുടെ പിതാവ് ആ യാഗത്തിന് നമ്മെ ക്ഷണിക്കാത്തതിൽ നമുക്ക് തെല്ലും പരിഭവമില്ല. ദേവിയെ നാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ദക്ഷ പ്രജാപതിക്ക് നമ്മെ ഇഷ്ടമല്ല. മഹാദേവ, എങ്കിലും ത്രിമൂർത്തികളിൽ സംഹാരദേവനായ അങ്ങയെ ക്ഷണിക്കാത്തത് എന്താണെന്ന് നമുക്ക് നമ്മുടെ പിതാവിനോട് ചോദിക്കണം. അങ്ങയെ ഭർത്താവായി നാം സ്വീകരിച്ചതാണ് അതിന്റെ കാരണമെങ്കിൽ നമ്മെ മാത്രം ഒഴിവാക്കിയാൽ മതിയല്ലോ. അങ്ങയെ ക്ഷണിക്കാമല്ലോ. ഏതായാലും ഇതിന്റെ കാരണം പിതാവിനോട് ചോദിക്കുക തന്നെ വേണം. ദേവി ദക്ഷന്റെ അടുത്തേക്ക് പോകുന്നത് അനുചിതമാണ്. അവിടെ എത്തിയാൽ തീർച്ചയായും ദക്ഷൻ ദേവിയെ അപമാനിക്കും. അതുകൊണ്ട് ഇത് ചോദിക്കാൻ ദേവി പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല ഭഗവാനെ, പിതാവ് അങ്ങയെയോ നമ്മെയോ കുറ്റപ്പെടുത്തിയാൽ ഒരിക്കലും നാം കൈലാസത്തിലേക്ക് മടങ്ങി വരില്ല. ഇത് നമ്മുടെ നിശ്ചയമാണ്. നമ്മെ പോകാൻ അങ്ങ് അനുവദിക്കണം. ദേവി, ഓരോ കർമ്മങ്ങൾക്കും ഓരോ കാരണവും ഉണ്ടാവും. ദേവിയുടെ ദക്ഷപുരിയിലേക്കുള്ള ഈ യാത്രയ്ക്കും ഒരു കാരണം തീർച്ചയായും ഉണ്ട്. ദേവി പൊയ്ക്കൊള്ളു. നന്ദികേശനും കൂട്ടരും ദേവിയെ അനുഗമിക്കും. സതീദേവി മഹാദേവനെ താഴെ വണങ്ങിയിട്ട് അതാ ദക്ഷപുരിയിലേക്ക് യാത്ര തിരിക്കുന്നു. മംഗളകാരിണിയായ സതീ ദേവി ഇറങ്ങി, മംഗളമൂർത്തി മഹേശൻ തന്മനമാർഗമായി. ഭർത്താവായ മഹാദേവനെ താഴെ തൊട്ടിട്ട് സതീദേവി യാത്രയാകുമ്പോ മഹാദേവന്റെ മുഖം എന്തുകൊണ്ടോ വിവരണമാകും. ഭഗവാന്റെ മിഴികൾ നിറയുന്നു. ദേവിക്കൊപ്പം പോകുന്ന നന്ദികേശൻ തിരിഞ്ഞ് മഹാദേവനെ ഒന്ന് നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ തല കുനിച്ച് ദേവിക്കൊപ്പം അതാ നടക്കുന്നു. എന്താണെന്നറിയാത്തൊരു വിരഹഭാവം പിന്തിരിഞ്ഞു നോക്കി ദേവനെ നന്ദികേശൻ. എന്താണെന്നറിയാത്തൊരു വിരഹഭാവം പിന്തിരിഞ്ഞു നോക്കി ദേവനെ നന്ദികേശൻ. മഞ്ഞരിഞ്ഞു മൂലം മിങ്ങി ഗിരികൈലാസം, തണ്ടുകൾ തളർന്നു വാടി സരോവരാമുഖങ്ങൾ. മഞ്ഞരിഞ്ഞു മൂലം മിങ്ങി ഗിരികൈലാസം, തണ്ടുകൾ തളർന്നു വാടി സരോവരാമുഖങ്ങൾ. സരോവരാമുഖങ്ങൾ മംഗളകാരിണിയായ സതീ ദേവി തന്നെ, മംഗളമൂർത്തി മഹേശൻ തന്മനമാർഗമായി. ആ നഗരം കണ്ടോ? ഇതാണ് ദക്ഷപുരി. ദക്ഷ പ്രജാപതി വാഴുന്ന ദക്ഷപുരി എന്ന നഗരം. നിരവധി കൊട്ടാരങ്ങളുടെ ഒരു സമുച്ചയം. അതിന്റെ ഒറ്റ മധ്യത്തിൽ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരം. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ദക്ഷപുരി നമുക്ക് പരിപൂർണമായും കാണാം. കണ്ടോ? ദക്ഷരാജപുരി കാണാം അത്ഭുതമാം ലോകം, അത്യാഡംബരമായ കാഴ്ചകൾ ബഹുകേമം. ദക്ഷരാജപുരി കാണാം അത്ഭുതമാം ലോകം, അത്യാഡംബരമായ കാഴ്ചകൾ ബഹുകേമം. മാനത്തെ ചുംബിക്കും വർണ്ണക്കൊട്ടാരം, മാനത്തെ ചുംബിക്കും വർണ്ണക്കൊട്ടാരം.
ശാല. അതിന്റെ അപ്പുറത്ത് ആനകളെയും കുതിരകളെയും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നു. എത്ര മനോഹരമാണെന്ന് അറിയാമോ ഈ കാഴ്ചകൾ? നർത്തകിമാരുടെ ആരാമങ്ങൾ സർവം കമനീയം. രത്നാവലിയാൽ മിന്നും ചുമതിത്രങ്ങൾ രമണീയം. നർത്തകിമാരുടെ ആരാമങ്ങൾ സർവം കമനീയം. ഉപ്പുകൾ കുതിരകളാനക പേരുകൾ പലവിധമായി. ഉപ്പുകൾ കുതിരകളാനക പേരുകൾ പലവിധമായി. സ്വർഗ സൗഖ്യ സമന്ദിരസീനം ദേവഗണം നിറയെ. സ്വർഗ സൗഖ്യ സമന്ദിരസീനം ദേവഗണം നിറയെ. രാജപുരി കാണാം അത്ഭുതമാം ലോകം. അത്യാഡംബരമായ കാഴ്ചകൾ ബഹുകേമം. അത്യാഡംബരമായ കാഴ്ചകൾ ബഹുകേമം. അവിടെ ആ കൊട്ടാരത്തിന് സമീപത്തുള്ള വിശാലമായ ഒഴിഞ്ഞ പ്രദേശത്ത് യജ്ഞശാല ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ സന്യാസിമാരും പുരോഹിതന്മാരും ഒക്കെ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുന്നു. ബ്രഹ്മദേവനും വിഷ്ണുദേവനും ഇന്ദ്രാദി ദേവഗണങ്ങളും തുടങ്ങി സകല ദേവകളും എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വാദ്യഘോഷങ്ങൾ മുഴങ്ങുകയാണ്. യജ്ഞശാലയിലേക്ക് ദക്ഷ പ്രജാപതി വരുന്നു. അദ്ദേഹത്തെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. തീഷ്ണമായ മിഴികൾ, ബലിഷ്ഠമായ കരങ്ങൾ, ഉറച്ച ചൂറവയ്പ്പോടെ ദക്ഷൻ അങ്ങനെ അവിടേക്ക് കടന്നു വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ. ദക്ഷൻ എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും ഇരുന്നു. ദക്ഷൻ സംസാരിച്ചു തുടങ്ങി. സൃഷ്ടിസ്ഥിതി പാലകന്മാരെ, ദേവഗണങ്ങളെ, ഈ യാഗത്തിന് നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്കേവർക്കും ഈ ദക്ഷന്റെ പ്രണാമം. ഗംഭീരമായ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ആചാര്യന്മാരും പുരോഹിതന്മാരും എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമുക്ക് യജ്ഞം ആരംഭിക്കാം. യജ്ഞത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് പുരോഹിതൻ ദീപം തെളിക്കുന്നു. മന്ത്രധ്വനികൾ ഉയർന്നു തുടങ്ങി. യാഗം യാഗം മഹാരക്ഷയാഗം. യാഗം യാഗം മഹാരക്ഷയാഗം. മാധവനും നാരായണനും ഒന്നിച്ചണഞ്ഞതാം രക്ഷയാഗം. മാധവനും നാരായണനും ഒന്നിച്ചണഞ്ഞതാം രക്ഷയാഗം. ഇന്ദ്രാദിദേവഗണങ്ങൾ സർവം സന്നിധി കൂടിയ ദക്ഷയാഗം. ഇന്ദ്രാദിദേവഗണങ്ങൾ സർവം സന്നിധി കൂടിയ ദക്ഷയാഗം. സന്നിധി കൂടിയ ദക്ഷയാഗം. ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു. ഹോമദ്രവ്യങ്ങൾ കത്തിയവരുന്ന സുഗന്ധം അവിടെയെല്ലാം പ്രയോജനമായിരിക്കുന്നു. ആദിമഹാദേവനീലാത്രയാഗം. ആഡംബരഭ്രമയാഗം. ആദിമഹാദേവനീലാത്രയാഗം. ആഡംബരഭ്രമയാഗം. പ്രജാപതിമാർഗം ധ്വനിത്രാദികൾ. ആശ്രിത ഭൃത്യഗണങ്ങൾ. പ്രജാപതിമാർഗം ഭൂമിത്രാദികൾ. ആശ്രിത ഭൃത്യഗണങ്ങൾ. ആമോദരായൊരുമിക്കുന്ന യാഗം. ഉലകിലെ തിരുഭമയാഗം. ആമോദരായൊരുമിക്കുന്ന യാഗം. ഉലകിലെ തിരുഭമയാഗം. എല്ലാവരും അങ്ങോട്ട് നോക്കി. സതീദേവി രക്ഷമുറിയിൽ എത്തിച്ചേർത്തിരിക്കുകയാണ്. നന്ദികേശ്വരനെയും പരിവാരങ്ങളെയും ഒക്കെ ആ പ്രവേശന കവാടത്തിൽ നിർത്തിയിട്ട് സതീദേവി ഒറ്റയ്ക്ക് അതാ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. സതീദേവിയെ കണ്ട മാത്രയിൽ തന്നെ ദക്ഷന്റെ മുഖം കറുത്തു. വിള്ളൽ തീവ്രമായ കോപം. ദക്ഷൻ സതീദേവിയെ നോക്കാതെ, തന്റെ മകളെ നോക്കാതെ മുഖം തിരിച്ചിരിക്കുന്നു. സതീദേവിയുടെ മാതാവായ പ്രസൂതി വാത്സല്യത്തോടെയും ദുഃഖത്തോടെയും തന്റെ മകളെ നോക്കുന്നു. സതീദേവി
ദക്ഷനെയും മാതാവിനെയും വന്ദിച്ചു. എന്നിട്ട് ദക്ഷന്റെ അടുത്തെത്തി ഭവ്യതയോടെ ചോദിക്കുന്നു, പിതാവേ, ഈ 7-14 ലോകങ്ങളിലുമുള്ള സകലരെയും അങ്ങ് ഈ യാഗത്തിന് ക്ഷണിച്ചു. പക്ഷെ ത്രിമൂർത്തികളിൽ മഹാദേവനെ മാത്രം അവിടുന്ന് ക്ഷണിച്ചില്ല. എന്താണ് പിതാവേ അതിന്റെ കാരണം? സതീദേവിയുടെ ഈ ചോദ്യം കേട്ട് ദക്ഷൻ ചാടി എഴുന്നേറ്റു. നാം നിന്റെ പിതാവല്ല. നമ്മുടെ യാഗത്തിന് ആരെ ക്ഷണിക്കണം, ആരെ ക്ഷണിക്കുന്ന എന്നത് നമ്മുടെ ഇഷ്ടം. ഇതിലേക്ക് വലിഞ്ഞു കയറുമെന്ന നീ നമ്മെ ചോദ്യം ചെയ്യണ്ട. പിതാവേ, അങ്ങ് എന്ത് പറഞ്ഞാലും അവിടുന്ന് എന്റെ പിതാവാണ്. അങ്ങയെ നാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയണം. വേണ്ട, നമുക്കൊന്നും കേൾക്കണ്ട. ചുടല ഭസ്മധാരിയും പ്രാകൃതനുമായ ശിവനുമായി നമുക്ക് യാതൊരു ബന്ധവും വേണ്ട. നമ്മെ ധിക്കരിച്ച് ആ ശിവനോടൊപ്പം നീ ഇറങ്ങിപ്പോയ നിമിഷം നാമും നീയുമായുള്ള സകല ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഇറങ്ങിപ്പോ. ദക്ഷൻ പ്രസൂതിക്ക് നേരെ തിരിഞ്ഞു. പ്രസൂതി, ഇവരോട് ഈ നിമിഷം യജ്ഞശാലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം, അല്ലെങ്കിൽ ഇവിടെ നാം ചവിട്ടി പുറത്താക്കും. കാലം ഉയർത്തിക്കൊണ്ട് ദക്ഷൻ സതീദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് സതീദേവി. തന്റെ ഭർത്താവ് മഹാദേവൻ വിലക്കിയതാണ്, ഇവിടേക്ക് വരണ്ട എന്ന്. പക്ഷെ തന്റെ അച്ഛൻ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുവെന്ന് താൻ വിചാരിച്ചു പോയി. തന്നെ കാണുമ്പോ സ്നേഹത്തോടെ അച്ഛൻ സ്വീകരിക്കും, അങ്ങനെ സകല പിണക്കങ്ങളും മാറുമെന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇവിടെ ഇതാ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് തന്റെ അച്ഛൻ തന്നെ ക്രൂരമായി അപമാനിച്ചിരിക്കുന്നു. സതീദേവി ഏങ്ങലടിച്ച് കരയുകയാണ്. ഭഗവാനെ, അങ്ങയുടെ വാക്കുകൾ ഈ ഉള്ളവർ കേട്ടില്ല. അങ്ങ് പറയുന്നതിന്റെ അർത്ഥം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. എല്ലാം എല്ലാം എന്റെ തെറ്റ്. മഹാദേവ, എന്നോട് ക്ഷമിക്കണേ. സതീദേവിയുടെ വിഴികൾ ക്രോധം കൊണ്ട് ജ്വലിക്കുകയാണ്. സതീദേവി ദക്ഷനോട് പറയുന്നു, പിതാവേ, അങ്ങ് എന്റെ മുമ്പിൽ വെച്ച് മഹാദേവനെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ്. ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് അവളുടെ ഭർത്താവിനെ സ്വന്തം അച്ഛനായാൽ പോലും അപമാനിച്ചാൽ അതവൾ സഹിക്കില്ല. ഈ അപമാന ഭാരവും പേറിക്കൊണ്ട് ഇനി ഭർത്താവിന്റെ അടുത്തേക്ക് അങ്ങയുടെ ഈ പുത്രി പോകില്ല. അച്ഛന് വേണ്ടാത്ത മകൻ ഇനി ഭർത്താവിനും വേണ്ട. അങ്ങയുടെ പുത്രിയായ ദക്ഷപുത്രിയായ ഈ ദാക്ഷായണി അങ്ങയുടെ മുമ്പിൽ വെച്ച് ഈ ശരീരം ഇതാ ഉപേക്ഷിക്കുന്നു. മഹാദേവ, അവിടുന്ന് എന്നോട് പൊറുക്കണേ. കൈലാസദിക്കിലേക്ക് നോക്കി കൈ കൂപ്പിക്കൊണ്ട് സതീദേവി അവിടെ ജ്വലിച്ചു വരുന്ന ആ ഹോമാഗ്നിയിലേക്ക് എടുത്തു ചാടി